ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ SSLC ICT പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് വരുന്ന ചില ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ തേർഡ് ഗ്രൂപ്പിലെ പൈത്തൺ പ്രോഗ്രാമിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്, ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് രണ്ടാമത്തെ ഔട്ട്പുട്ടിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രോഗ്രാമിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, അതുപോലെ അതിൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് മാറ്റമാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഒരു പൈത്തൺ പ്രോഗ്രാം അത് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിരിക്കുന്നു. പ്രോഗ്രാം ഇവിടെയുണ്ട്, ഔട്ട്പുട്ട് 1, ഔട്ട്പുട്ട് 2. ഇവിടെ ഈ കുറച്ച് പിങ്ക് ഡോട്ടിന് പകരം ഇവിടെ ബ്ലാക്ക് ആണ്. ഇവിടെ ഈ പർപ്പിൾ ഡോട്ടിന് പകരം ഇവിടെ ബ്ലൂ ആണ്. അത് നോട്ട് ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻസ്, പ്രോഗ്രാമിംഗ് ഐഡിൽ പൈത്തൺ റൺ ചെയ്യേണ്ടതുണ്ട്. ഇതാണ് ഐഡിൽ തുറക്കുന്നത്. ഇനി ഇവിടെ ഫയൽ, ന്യൂ ഫയൽ. ഈ ഒരു വിൻഡോ നമുക്ക് മിനിമൈസ് ചെയ്യാം. ഇനി ആ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ ഫോറൈൻ റേഞ്ച് 64 if i% is equal to 2% is equal to 0. കളർ പർപ്പിൾ. പിന്നെ ഇവിടുത്തെ സ്പേസ് ഒഴിവാക്കി എൽസ് കോളൺ കൊടുക്കുക. കളർ പിങ്ക്. പെൻ സ്പേസ് ഒഴിവാക്കിയിട്ട് പെൻ സൈസ് 2 ഫോർവേഡ് i+10 +10 പിന്നെ ഡോട്ട് 20 ലെഫ്റ്റ് 14. പ്രോഗ്രാം റൺ ചെയ്യിക്കുന്നതിനായി റണ്ണ് കൊടുക്കുക, റൺ മൊഡ്യൂൾ കൊടുക്കുക. ഇങ്ങനെ ഒരു കൺഫർമേഷൻ വരും. അപ്പോൾ ഓക്കെ കൊടുത്ത് exam10 എടുക്കുക. എന്നിട്ട് ആ ഫയൽ നമ്മുടെ തന്നിരിക്കുന്ന അതേ രീതിയിൽ ഫയൽ നെയിം കൊടുത്തിട്ട് സേവ് ചെയ്യുക. ഇവിടെ റണ്ണ് ആയി വരുന്നത് കാണാം. ഇത് ഔട്ട്പുട്ട് 1 ആണ്. നമുക്ക് ഇങ്ങനെയല്ല, നമുക്ക് ഔട്ട്പുട്ട് 2-ൽ കാണിച്ച പോലെയാണ് വേണ്ടത്. ഇതിനായി പ്രോഗ്രാമിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താം. ഈ ഒരു പിങ്ക് ഡോട്ട് ഇവിടെ ബ്ലാക്ക് ഡോട്ടാണ്, അത് മാറ്റി കൊടുക്കുന്നു. ഇവിടെ ഈ പർപ്പിൾ ഡോട്ട് ഇവിടെ ഒരു ബ്ലൂ ഡോട്ടാണ്, അതും മാറ്റി കൊടുക്കുന്നു. ഈ ഫയൽ സേവ് എന്ന് കൊടുക്കുക. റൺ മൊഡ്യൂൾ. ഔട്ട്പുട്ട് ഇവിടെ വരച്ച് വരുന്നതായി കാണാം. ഓക്കെ, ഇനി ഇത് ക്ലോസ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിരിക്കുന്നു. ഇവിടെ പ്രോഗ്രാം ഉണ്ട്, ഔട്ട്പുട്ട് 1, ഔട്ട്പുട്ട് 2. ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നതിനായി നമുക്ക് ആപ്ലിക്കേഷൻ, പ്രോഗ്രാമിംഗ് ഐഡിൽ എന്ന രീതിയിൽ തുറക്കാം. ഈ ഒരു ഷെല്ലെല്ലാം നമുക്ക് ന്യൂ ഫയൽ എടുത്തിട്ട് വേറൊരു ഫയൽ തുറക്കുക. ഷെല്ല് മിനിമൈസ് ചെയ്തിടുക. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് തുടങ്ങുക. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ ഫോറൈൻ റേഞ്ച് 60
ഇഫ് I percentage 2 is equal to 0, ഒരു കോളൻ കൊടുക്കുക. കളർ പർപ്പിൾ എന്നത് ഒരു കൊട്ടേഷനിൽ കൊടുക്കണം. പർപ്പിൾ എന്ന് കോട്ട് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. സ്പേസ് ഒഴിവാക്കിയിട്ട് എൽഎസ് എന്ന് ഇത് ടൈപ്പ് ചെയ്ത് തുടങ്ങുക. കളർ ഇവിടെ ബ്ലൂ. ഇനി ആ ഇൻഡൻറ്റ് സ്പേസ്, അങ്ങനെയാണ് ഈ ഒരു സ്പേസിൻ്റെ പേര്, അതാണ് ഇൻഡൻറ്റ്. ആ ഒരു സ്പേസ് ഒഴിവാക്കിയിട്ട് പെൻ സൈസ് ബാക്കി അങ്ങനെയുള്ള ടൈപ്പ് ചെയ്ത് പോകാം. പെൻ സൈസ് 20, ഫോർവേഡ് I+20, +20, ലെഫ്റ്റ് 30. ഇത് റണ്ണ് ചെയ്ത് നോക്കാം. റൺ മോഡ്യൂൾ ഇവിടെ സേവ് ചെയ്യാൻ ചോദിക്കും. ഓക്കെ കൊടുക്കുക. എക്സാം 10 പോയിട്ട് നമുക്ക് ഫയൽ സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം റണ്ണാവുന്നതായിരിക്കും. റണ്ണായി വരുന്നുണ്ട്. ഇതാണ് ഔട്ട്പുട്ട് 1. ഇനി ഇത് ഔട്ട്പുട്ട് 2 പോലെയാക്കാൻ ഇവിടെ ഡിഫറൻസ് ശ്രദ്ധിക്കുക. ഇവിടെ പർപ്പിളാണ്, പർപ്പിളിന് പകരം ഇവിടെ ബ്ലാക്ക് ആണ്. ഇവിടെ ബ്ലൂ ആണ്, ബ്ലൂവിന് പകരം മറ്റേ സ്ഥലത്ത് യെല്ലോ ആണ്. അപ്പോൾ ഈ പർപ്പിൾ മാറ്റിയിട്ട് ബ്ലാക്ക് ആക്കി കൊടുക്കുക. ആ ബ്ലൂ എന്നുള്ള കളർ മാറ്റിയിട്ട് യെല്ലോ ആക്കി കൊടുക്കുക. എന്നിട്ട് ഫയൽ സേവ്, പിന്നെ റൺ മോഡ്യൂൾ. ഇവിടെ പ്രോഗ്രാം പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയും. ഔട്ട്പുട്ട് 2 പോലെ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാം വന്നിരിക്കുന്നത്. സേവ് ആയതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ക്ലോസ് ചെയ്യാം. ഇതിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും നൽകിയിരിക്കുന്നു. ഇവിടെ പ്രോഗ്രാമും ഔട്ട്പുട്ട് 1ഉം ഔട്ട്പുട്ട് 2ഉം ഉണ്ട്. ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഫിൽഡ് കളറാണ്. പിന്നെ ആ ഒരു ലൈനിൻ്റെ ആ ഒരു കളറുമുണ്ട്. ഇവിടെ ഫിൽഡ് കളർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് 1ൽ പർപ്പിൾ ആണെങ്കിൽ ഔട്ട്പുട്ട് 2ൽ യെല്ലോ ആണ്. ആ ഒരു ലൈനിൻ്റെ കളറ് ഇവിടെ ബ്ലൂ ആണ്, ഇവിടെ ഗ്രേയും. നമുക്ക് ഈ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നതിനായി ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഐഡിയൽ എന്ന രീതിയിൽ സോഫ്റ്റ്വെയർ തുറക്കാം. ഇവിടെ ഷെല്ലല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ന്യൂ ഫയൽ എന്നെടുത്തിട്ട് ഇങ്ങനെ ഒരു വിൻഡോ തുറക്കുക. ഷെല്ല് നമുക്ക് മിനിമൈസ് ചെയ്തിടാം. ഇനി ഇവിടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നു. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് ആസ്റ്ററിസ്ക് കളർ ഗ്രേ. ഇനി പെൻ സൈസ് 5, begin _fill, for in range 5. ഒരു കോളൻ കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു സ്പേസ് വരും. അവിടെ റൈറ്റ് 72, for in range 5, ഒരു കോളൻ കൊടുക്കുക. എൻ്റർ. ഫോർവേഡ് 90, ഡോട്ട് 20, ഒരു കോമ പെരന്തസിൽ ക്ഷമിക്കണം കോഡ്സിൽ ബ്ലാക്ക്.
ഇനി റൈറ്റ് 72. ഇവിടെ കളർ പർപ്പിൾ, എൻഡ് അണ്ടർസ്കോർ ഫിൽ. ഇവിടെ റൺ ചെയ്ത് നോക്കാം. റൺ മോഡ്യൂൾ ഓക്കെ കൊടുക്കുന്നു. എക്സാം 10ൽ നമുക്ക് സേവ് ചെയ്യാം. ഇത് റണ്ണായി വരുന്നത് കാണാം. നമുക്ക് ഇങ്ങനെയാണ് ഔട്ട്പുട്ട് എന്തെങ്കിലും കിട്ടുന്നതെങ്കിൽ, അതായത് രണ്ടിന് വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത കോഡിന് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടാവും എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടെ എന്താണ് എറർ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ കളർ ഗ്രേ എന്നത് ഞാൻ GREY എന്നാണ് എഴുതിയത്, അതാണ് ഒരു എറർ. റെക്ടിഫൈ ചെയ്തിട്ട് സേവ് കൊടുക്കുക, ഫയൽ സേവ്, പിന്നെ റൺ മോഡ്യൂൾ ചെയ്യുക. പ്രോഗ്രാം റണ്ണായി വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഔട്ട്പുട്ട് 1. ഇവിടെ ഈ ലൈനിൻ്റെ കളർ ഗ്രേ ആണ്, ഇവിടെ ഇത് ബ്ലൂ ആണ്. നമുക്കത് ചേഞ്ച് ചെയ്യാം. ആ ഗ്രേ മാറ്റി ബ്ലൂ ആക്കുന്നു. ഡോട്ട് കളർ സെയിം ആണ്. ഇവിടെ കളർ പർപ്പിൾ, ഫിൽ കളർ ഇവിടെ യെല്ലോ ആണ്. അവിടെ യെല്ലോ എന്നാക്കി കൊടുക്കുന്നു. പിന്നീട് ഫയൽ സേവ് എന്ന് കൊടുക്കുക. റൺ മോഡ്യൂൾ. പ്രോഗ്രാം റണ്ണായി വരുന്നത് കാണാം. ഓക്കെ, അപ്പോൾ അത് സേവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിൻഡോസൊക്കെ ക്ലോസ് ചെയ്യാം. ഇനി അവസാനത്തെ ചോദ്യം നോക്കാം. പൈത്തണിലെ പ്രോഗ്രാമിംഗ് ഐഡിയിലെടുത്ത് നമുക്ക് പൈത്തൺ ഷെല്ല് തുറക്കാം. ഷെല്ല് തുറന്നതിന് ശേഷം ന്യൂ ഫയൽ എടുത്ത് സ്ക്രിപ്റ്റ് ഏരിയ കിട്ടും. ഇവിടെയാണ് സ്ക്രിപ്റ്റൊക്കെ എഴുതേണ്ടത്. നമുക്ക് എഴുതി തുടങ്ങാം. ഫ്രം ടെർട്ടിൽ ഇമ്പോർട്ട് സ്റ്റാർ, പിന്നെ ഫോർ I in റേഞ്ച് സ്പേസ് 60, പിന്നെ if I is equal to %2 is equal to 0, കളർ പർപ്പിൾ, പിന്നെ എൽസ് കോളൻ കൊടുക്കുക, കളർ ഗ്രേ, പിന്നെ ആ സ്പേസ് ഒഴിവാക്കിയിട്ട് പെൻ സൈസ് 20, ഫോർവേഡ് അത് ക്യാപിറ്റൽ അല്ല, ഫോർവേഡ് ഡോട്ട് പെൻസിൽ 30, ബ്ലാക്ക്. അവിടെ ക്യാപിറ്റൽ കൊടുക്കണമെന്നില്ല. ഇവിടെ ലെഫ്റ്റ് 30. സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. റൺ മോഡ്യൂൾ. സോഴ്സ് മസ്റ്റ് ബി സേവ്ഡ്. ഓക്കെ ടു സേവ്. ഓക്കെ, പിന്നെ ഇതാ എക്സാം തന്നെ എടുക്കുന്നു. ഇത് നമ്മൾ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ സേവ് ചെയ്യുന്നു. സേവ് ചെയ്താൽ റണ്ണായി തുടങ്ങും. റണ്ണായി വരുന്നുണ്ട്. ഓക്കെ, ഔട്ട്പുട്ട് 1 ഇവിടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഔട്ട്പുട്ട് 2 ആണ് വേണ്ടത്. ഇവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പർപ്പിളിന് പകരം ഇവിടെ റെഡാണ്. ഈ
ഈ ഒരു ഗ്രേക്ക് പകരം ഇവിടെ പച്ചയാണ്, അല്ലെങ്കിൽ ഗ്രീനാണ്. ഈ പർപ്പിൾ എന്നുള്ളത് മാറ്റി റെഡാക്കി കൊടുക്കുക. പിന്നെ ഇതാ ഇവിടെ ഗ്രേ മാറ്റി ഗ്രീനാക്കി കൊടുക്കുക. ഇനി റൺ മോഡ്യൂൾ കൊടുക്കും, സേവ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ഓക്കെ കൊടുത്തിട്ട് റൺ ചെയ്ത് നോക്കുക. ഇത് പൂർത്തിയാക്കിയാൽ ഇതുപോലത്തെ ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഫയൽ സേവ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തി നമുക്കെല്ലാം ക്ലോസ് ചെയ്യാം. ഒന്നുകൂടി പറയുന്നു, ഫയൽ സേവ് ആയിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റാർ ഉണ്ടാവും. ഇത് ക്ലോസ് ചെയ്യാം.